ജോക്കർ 2 എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തല്ലാന്ന് പറഞ്ഞാൽ റൈറ്റേഴ്സ് ആയിരുന്നു. 2019 ജോക്കർ എങ്ങനെ നമുക്കറിയാലോ, പേഴ്സണലി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസ് ഓഫ് ഓൾ ടൈം തന്നെയായിരുന്നു. അതേപോലെ തന്നെ ജോക്കർ എന്ന ക്യാരക്ടർ തന്നെ കൊടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി കൂടെ ആയിരുന്നു അത്. പക്ഷെ നോക്കിയപ്പോൾ 2019 ജോക്കർ ആരെഴുതിയത് അവർ തന്നെയാണ് ഇതും എഴുതിയിരിക്കുന്നത്. ടോഡ് ഫിലിപ്സും സിൽവർ സ്കോട്ടും. ശരിക്കും പറഞ്ഞാൽ ജോക്കർ 2 വേണ്ടായിരുന്നു. ഒരു അബദ്ധമാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ജോക്കർ 2019 ജോക്കർ ബെസ്റ്റ് ആണെങ്കിൽ ജോക്കർ 2 വെരി വെരി ബാഡ്, നേരെ ഉൾട്ട. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ പറ്റും. വോക്കീൻ ഫീനിക്സും ലേഡി ഗാഗയുടെയും ആ ഇൻറ്റൻസ് കെമിസ്ട്രി അടിപൊളിയായിരുന്നു. ആ അറ്റ്മോസ്ഫിയർ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോഡ് ഫിലിപ്സിന്റെ മേക്കിംഗ് നല്ല ഇൻറ്റൻസ് മേക്കിംഗ് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റും. പ്രൊഡക്ഷൻ ക്വാളിറ്റി, പ്രൊഡക്ഷൻ ഡിസൈൻ, DOP, കളറിങ് എല്ലാം ക്ലാസ്. പക്ഷെ സെക്കൻഡ് ഹാഫ് റൈറ്റേഴ്സ് നല്ല പണിയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ എന്താ കാണിച്ചത് അത് തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ. ചുമ്മാ അങ്ങ് വലിച്ചു കിട്ടുക. എന്തിനോ വേണ്ടി ഇറക്കിയൊരു പടം പോലെയാണ് നമുക്ക് ലാസ്റ്റ് ഫീൽ ചെയ്യുക. ജോക്കർ 2 ഒരു മ്യൂസിക്കലാണെന്ന് അറിയാലോ. ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ കൊള്ളാം, പക്ഷെ മിക്സ് ചെയ്തപ്പോൾ ഒട്ടും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. പിന്നെ പെർഫോമൻസസ്, വോക്കീൻ ഫീനിക്സ് ആ ഒരു ആക്ടർ ഇതിനകത്തും കിഡിലൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ പ്രീക്വലായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിന് ഫുൾ ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലേഡി ഗാഗ ആ ഒരു ക്യാരക്ടറിന് പെർഫെക്റ്റ്ലി സൂട്ടഡ് തന്നെയായിരുന്നു, ഹാർലി ക്വിൻ എന്ന ക്യാരക്ടറിന്. പക്ഷേ ആ ക്യാരക്ടറൈസേഷൻ ഭയങ്കര ദാരിദ്ര്യമായി പോയി. ഫസ്റ്റ് പാർട്ടിൽ ആ ഇൻസിഡന്റിന് ശേഷം ജോക്കർ ആൻഡ് ഹാർലി ക്വിൻ തമ്മിലുള്ള ഒരു ഇൻറ്റൻസ് റൊമാൻസും സ്വന്തം ഐഡന്റിറ്റി മനസ്സിലാവാൻ വേണ്ടി കണ്ടെത്തുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ വെരി 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 ഡിസപ്പോയിന്റിങ് സീക്വൽ തന്നെയായിരുന്നു. 2019 ജോക്കറാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ജോക്കർ 2 കാണാത്തതാണ് നല്ലത്.